അലർജി കാരണങ്ങളും പ്രതിരോധവും. ഡോക്ടർ കൃഷ്ണൻ, കൊച്ചിൻ. അലർജിയും അലർജി ടെസ്റ്റും ആ വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ഡോക്ടർ എസ് കൃഷ്ണൻ. അദ്ദേഹം ഈ രംഗത്ത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് സാറിനോട് ചോദിക്കാം, സർ, ഈ അലർജി ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പാർശ്വഫലങ്ങൾ, അതിൻ്റെ ഗുണവും ദോഷവും എങ്ങനെയാണെന്നും എല്ലാം ഒന്ന് വിശദീകരിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണനാണ്. കൃഷ്ണ ഹോസ്പിറ്റൽ ഫിസിഷ്യനും അലർജി ക്ലിനിക്കിൻ്റെ ഇൻചാർജ്. അപ്പോൾ അലർജിക്ക് പല കാരണങ്ങളുണ്ട്, പല വസ്തുക്കളുണ്ട് അലർജി ഉണ്ടാക്കുന്നത്. അതിൽ വീട്ടിലുള്ളിലെ പല വസ്തുക്കളുണ്ട്, വീട്ടിൽ പുറത്തുമുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ വീട്ടിലുള്ളിലെ ഐറ്റംസ് നോക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ടതായിട്ടാണ് പഴയ പൊടിയിനുള്ളിലുള്ള ഒരു ഇൻസെക്റ്റ്, ഡസ്റ്റ് മൈറ്റ് പറയുന്നത്, ഹൗസ് ഡസ്റ്റ് മൈറ്റ് പറയുന്നത്. അത് വളരെ ഒരു ചെറിയ പ്രാണിയാണ്, നമുക്ക് കണ്ണുകൂടെ കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് വെച്ചാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിലുള്ളിൽ 6-8 മണിക്കൂർ മിനിമം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഡസ്റ്റ് മൈറ്റ് പഴയ പൊടിയിനുള്ളിലുള്ള ഒരു പ്രാണി. ആ പ്രാണി നമ്മൾ കടിക്കുന്ന ടൈപ്പല്ല. ആ പ്രാണിയുടെ ബോഡി പാർട്സും ഡെഡ് പാർട്സും അതുപോലെ അതിൻ്റെ സ്കിന്നിന് വരുന്ന സ്കെയിൽസ്, അതാണ് അലർജി ഉണ്ടാക്കുന്നത്. അത് വളരെ ആൻറ്റിജനിക്കാണ്. അപ്പോൾ ഈ ഡസ്റ്റ് മൈറ്റ് വീട്ടിനുള്ളിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെ ഉണ്ടാവും? ഉദാഹരണത്തിന് നമ്മൾ നോക്കുമ്പോൾ കിടക്കുന്ന കട്ടിലെ അടിവശം, പിന്നെ കിടക്കേൻ്റെ ഉള്ളിൽ, പഴയ കിടക്കേൻ്റെ ഉള്ളിലുണ്ടാവും, പിന്നെ കിടക്കയും കട്ടിലിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിലുള്ളിലെ സോഫ പറഞ്ഞാൽ ഈ ചില അപ്പോൾസ്ട്രിക്കുള്ള സോഫയാണ് പ്രശ്നം കൂടുക. അവിടെ ഉള്ളിൽ പഴയ പൊടിയൊക്കെ അത് സോഫേൻ്റെ ഗ്യാപ്പിൽ, സോഫേൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ കർട്ടൻസിൻ്റെ പ്ലീറ്റ്സിൽ. പിന്നെ ഉള്ളത് വേറെ കുറേ ഇൻസെക്ട്സ് ആണ്, പാറ്റകളും കൊതുക്, ഇതെല്ലാം അലർജി ഉണ്ടാക്കുന്ന ഇൻസെക്ട്സ് ആണ്. ഇതുകൂടാതെ അപ്പം ഇൻസെക്ട്സ്, പൊടികൾ, പിന്നെ ഫംഗസ്, പൂപ്പല്, മോൾഡ്സ്, അതും ഇൻഡോർ അലർജൻസിന് കാരണമാണ്. വീട്ടിലുള്ള പഴയ വീടൊക്കെയാണ്, നനവുള്ള വീടൊക്കെയാണ്, അവിടെയൊക്കെ ഈ പൂപ്പല്, ഫംഗസിൻ്റെ സാധ്യതയുണ്ട്. അതും അലർജി ഉണ്ടാക്കും. പെറ്റ്സ്, അപ്പം അതിൽ പൂച്ചകൾ, പട്ടികൾ, പ്രാവുകൾ, കോഴികൾ, ഇതൊക്കെയാണ് അലർജിനെ പറ്റി അറിയാൻ സാറിന് അവർക്കുള്ള ഒരു മറുപടി. അലർജി ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന പാൽ, മുട്ട, ഇറച്ചി, മീൻ എന്നിവയുടെ അലർജി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നട്ട്സ്, കപ്പലണ്ടി, ഫ്രൂട്ട്സ്, പഴങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അലർജി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാമോ? വേറെ ഏതെല്ലാം മുൻകരുതലുകളാണ് ഇതിന് മുമ്പായിട്ട് എടുക്കേണ്ടത്? ഭക്ഷണം കഴിച്ചിട്ട് വരാം. പിന്നെ 5 ദിവസം മുമ്പ് അലർജിന് മരുന്നുകൾ നിർത്തിയിരിക്കണം. പിന്നെ കയ്യിൽ ക്രീമോ ലോഷനോ പുരട്ടാതെ വരണം. സാർ, ഈ അലർജി ടെസ്റ്റ് എല്ലാവർക്കും ചെയ്യാമോ? പ്രായമായവർക്കും കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കുമോ? 5 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്കും ചെയ്തു തുടങ്ങാം. അലർജി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അലർജിയുടെ ആൻറ്റിജൻസ് സ്കിന്നിൽ പ്ലേസ് ചെയ്തിട്ട് ചെറിയൊരു ലാൻസെറ്റ് കൊണ്ട് പ്രിക്ക് ചെയ്യും. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ റീഡിങ് നമ്മൾ നോക്കും. ഇതിനകത്ത് നോക്കിയതിൽ ഇത് ഡസ്റ്റ് മൈറ്റാണ്. ഡസ്റ്റ് മൈറ്റ് അലർജി ഉണ്ട്. പിന്നെ അതുപോലെ കൊതുകിൻ്റെ അലർജി ഉണ്ട്. ഈ ഐറ്റംസ് ഒക്കെ ഫുഡിൻ്റെയാണ്. 43 ഫുഡ് അലർജിയാണ്. ഇതിൽ എൻ്റെ പേര് സന്തോഷ് കുമാർ. എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ സംശയമുണ്ട്, ചില അലർജി സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരി. നമ്മുടെ വീടുകളിൽ കാണുന്ന വളർത്തുന്നത് പൂച്ച, പട്ടി പോലെയുള്ള നമ്മുടെ വീടുകളിൽ അകത്ത് വീടിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്, സോഫ, ഇതിലേക്ക് കയറി കിടന്ന് അലർജി മറ്റുള്ള ഇതൊക്കെ നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രതിവിധിയാണ് സാർ. അതിൻ്റെ ഹെയർ അലർജിക്കാണ്. ഡോഗ് ഡാൻഡർ അല്ലെങ്കിൽ ക്യാറ്റ് ഡാൻഡർ അലർജി എന്ന് പറയും. അങ്ങനത്തെ രോഗികൾ വീട്ടിലുള്ളിൽ ഇതൊന്നും വളർത്തരുത്. പിന്നെ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടുത്ത് അധികമൊന്നും പോകരുത്. പിന്നെ ഉള്ളത് ബേഡ്സ് അലർജിയാണ്.
അതിൽ കോഴികൾ, പ്രാവുകൾ, പീജൻസ്, അതിൻ്റെയൊക്കെ തൂവൽ ഫെദർ അലർജിയാണ്. പിന്നെ അതിൻ്റെ ഡ്രോപ്പിംഗ്സ് എക്സ്ക്രീറ്ററും അലർജി ഉണ്ടാക്കും. സാർ, എൻ്റെ പേര് ഡൈന എന്നാണ്. എൻ്റെ വീട്ടിൽ 2 ചേച്ചിമാരുണ്ട്. 2 ചേച്ചിമാർക്ക് ശ്വാസം മുട്ടലുണ്ട്. അതിനോടനുബന്ധിച്ച് വല്ല അലർജിയുടെ വല്ല പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇടയ്ക്ക് ദേഹമൊക്കെ ചൊറിച്ചിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശ്വാസം മുട്ടൽ മൂലമാണ് ഇതുണ്ടായത്, അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല അലർജിയുടെ വല്ല പ്രശ്നമാണ്? അതെ, വരാം. ആസ്മ കൺട്രോൾ ആകാതെ സിറ്റുവേഷനിൽ അലർജി ഒരു കാരണമാണ്. അപ്പോൾ അങ്ങനത്തെ രോഗികൾ നമ്മൾ അലർജി കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ കോട്ടന്റെ ആണെങ്കിൽ അങ്ങനെ പലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ. അപ്പൊ അതുകൊണ്ട് അതെ, ശരിയാണ്. അത് ചിലവർക്ക് പഴയ തുണിയുടെ അലർജി ഉണ്ടാവും. പിന്നെ ചിലവർക്ക് കോട്ടൺ അലർജി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഒരു പഞ്ഞിയുടെ പില്ലോസും പഞ്ഞിയുടെ സോഫ്റ്റ് ടോയ്സും ഒഴിവാക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഹൗസ് ഡസ്റ്റും ഡസ്റ്റ് മൈറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ വീട്ടിലുള്ളിൽ കട്ടിലിൻ്റെ അടിയിലുള്ള പൊടികൾ, കട്ടിലും കിടക്കേണ്ട ഇടയിലുള്ള പൊടികൾ, ഇതൊക്കെ കൂടെ ശരിക്കും തുടച്ചെടുക്കണം, ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വാക്യൂം ചെയ്യാം. അതേപോലെ ഫാനിൻ്റെ മുകളിലെ പൊടികൾ, ഫ്രിഡ്ജിൻ്റെ അടിയിലെ പൊടികൾ, ഷെൽഫിൻ്റെ മുകളിലെ പൊടികൾ, ഇവിടെയൊക്കെയാണ് ഡസ്റ്റ് മൈറ്റിൻ്റെ പോപ്പുലേഷൻ കൂടുതലുള്ളത്. പിന്നെ കേർട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തിക്ക് കേർട്ടൻസിൻ്റെ പ്ലീറ്റിൽ ഈ ഡസ്റ്റ് മൈറ്റ് ഉണ്ടാവും. അപ്പോൾ കേർട്ടൻസ്, ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്, ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്താൽ നമുക്ക് ഡസ്റ്റ് മൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഫുഡിൽ നിന്നാണെങ്കിൽ അത് സാറ് അലർജി ടെസ്റ്റിലൂടെ അത് കണ്ടുപിടിച്ചിട്ട് അതിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഫുഡ് അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് ഫുഡ് അവോയ്ഡൻസ് ആണ്. അലർജിയുള്ള ഫുഡ് ഐറ്റമും ആ ഐറ്റമുള്ള പ്രോഡക്ട്സ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ചില പേർക്ക് ബോഡി ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫുഡ് ചാലഞ്ച് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും ട്രൈ ചെയ്യാൻ പറ്റും. അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അലർജിയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ അലർജൻസ് അവോയ്ഡൻസ് സ്ട്രാറ്റജി നോക്കും. പിന്നെ അതിന് കൂടെ മെഡിക്കേഷൻസ് ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കും. അതിലൊരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞിട്ട്. അത് ചിലവർക്ക് സക്സസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് പലവർക്കും മരുന്ന് കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഞങ്ങൾക്ക് ഇൻസ്പിറേഷനാണ്.